നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ 3 മരണം. വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മാള ആളൂർ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വളവിൽ സിമന്റ് ട്രക്ക് മറിഞ്ഞ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ് 3 മരണം. കൊമ്പടിഞ്ഞാമക്കൽ സ്വദേശികളായ ശ്യാം, ജോർജ്, മുരിക്കാട് സ്വദേശി ടിറ്റോ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 സംഭവം. കുഴിക്കാട്ടുശ്ശേരി വരദനാടുള്ള പാറമടയിലേക്കാണ് കാർ വീണത്. റോഡിന് ഇരുവശവും പാറമടയുള്ള ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. 50 അടിയോളം താഴ്ചയുള്ള ഭാഗത്തായിരുന്നു കാർ വീണത്. അപകടം നടന്നതിന് പിന്നാലെ ആളൂർ പോലീസും മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തി. തിരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല. പിന്നീട് ചാലക്കുടിയിൽ നിന്നും എത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ 12:45 കാറിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മൂവരുടെയും മൃതദേഹങ്ങൾ കുഴിക്കാട്ടുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാറമടയിലേക്ക് വീണതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ആളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചിലങ്ക ബീച്ചിൽ താമസിക്കുന്ന നമ്പിപ്പച്ചേരി 50 വയസ്സുള്ള ജ്യോതി പ്രകാശാണ് മരിച്ചത്. ഇന്ന് രാവിലെ വാടാനപ്പള്ളി സെന്ററിന് തെക്ക് മാറിയായിരുന്നു അപകടം. പാചകവാതക സിലിണ്ടർ കയറ്റി പോയിരുന്ന ലോറിയാണ് ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജ്യോതി പ്രകാശിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാള ആളൂർ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വളവിൽ സിമന്റ് ട്രക്ക് മറിഞ്ഞ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കൊടകര മറ്റത്തൂർക്കുന്ന് ചിറയാരക്കൽ 48 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. ലോറിയുടെ അടിയിൽപ്പെട്ട രാജേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ആളൂർ പോലീസും നാട്ടുകാരും ചേർന്ന് ക്രൈൻ ഉപയോഗിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ തൃശൂർ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗത്തിനിടെ പോലീസിനു നേരെ പ്രവർത്തകരുടെ കല്ലേറുമുണ്ടായി. ഇന്നുച്ചയ്ക്ക് 12 തൃശൂർ DCC ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കളക്ടറേറ്റ് പടിക്കൽ മാർച്ച് എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം ആരംഭിച്ചു. ഇത് വിഫലമായതോടെ ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് ശേഷം പോലീസിന് നേരെ തിരിഞ്ഞ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടങ്ങി. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗത്തിനിടെ പ്രവർത്തകരിൽ ചിലർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. 5 മിനിറ്റോളം ജലപീരങ്കി പ്രയോഗം നീണ്ടുനിന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. പ്രധാനമന്ത്രിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. തൃശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UDF-നെതിരെ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല, ഭയങ്കര ഹരത്തിലാണ്, ഭയങ്കര ആവേശത്തിലാണ്. നരേന്ദ്രമോദി തൃശൂരിൽ മത്സരിച്ചാൽ നേരിടാൻ തയ്യാറെന്ന വെല്ലുവിളി. തൃശൂരിൽ നരേന്ദ്രമോദി UDF-നെതിരെ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. പ്രധാനമന്ത്രിയും UDF-ഉം തമ്മിലാണ് മത്സരം. സുരേഷ് ഗോപി എത്ര കിരീടം സമർപ്പിച്ചാലും മണിപ്പൂർ പരാമർശത്തിന് പകരമാകില്ല. മണിപ്പൂരിൽ പള്ളി തകർത്തതിന്റെ പരിഹാരമായാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചതെന്നാണ് വിമർശനം. പാപക്കറ കഴുകിക്കളയാൻ സ്വർണ്ണ കിരീടം കൊണ്ടാകില്ല. തൃശൂരിൽ BJP ചെലവഴിക്കാൻ പോകുന്നത് 100 കോടി രൂപയെന്നും ആരോപണം. BJPയുടെ രാഷ്ട്രീയ നാടകം തൃശൂരുകാർ തിരിച്ചറിയുമെന്നും പ്രതാപൻ പറഞ്ഞു. മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികളുടെയും തകർക്കപ്പെട്ട മാതാവിൻ്റെയും ഉൾപ്പെടെയുള്ള രൂപങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം അവിടെ പോയി ഒന്ന് ആശ്വസിപ്പിക്കാൻ വരാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി എത്ര ഇനി ഈ വഴിപാടുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചാലും പ്രധാനമന്ത്രി
മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മൗനവും അസാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയും അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവിടെ നോക്കാൻ വേറെ ആളുകളുണ്ട് എന്നുള്ള പ്രചരണമൊക്കെ ഏതെങ്കിലും ഒരു കിരീടം കൊണ്ടോ വഴിപാട് കൊണ്ടോ അതിൻ്റെ പാപക്കറ കഴുകിക്കളയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും BJPക്കും RSS സംഘപരിവാർ ശക്തികൾക്കും കഴിയില്ല. അത് വിശ്വാസികളുടെ മനസ്സിനകത്ത് ഏറ്റിട്ടുള്ള വേദനയാണത്. ആ വേദനയ്ക്ക് പരിഹാരം വഴിപാടുകളല്ല. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJPയും ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തട്ടിൽ പിതാവിൻ്റെ സീറോ മലബാർ മലബാറിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയിലിരിക്കുന്ന തട്ടിൽ പിതാവിൻ്റെ മണ്ണാണ്. ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയും കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം ശാന്തി പ്രമോദ് സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പൊങ്കാല ഇന്ദ്രൻ കരിമ്പറമ്പിൽ, ഷജിൽ കരിമ്പറമ്പിൽ, ബിനോയ് പാണപറമ്പിൽ, നന്ദകുമാർ കുര്യാക്കോട്ട് എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 22, 23, 24 തീയതികളിലാണ് ഉത്സവം. 22 രാവിലെ 10:30 ഗുരുമുത്തപ്പന് കളമെഴുത്തും പാട്ടും. രാത്രി 7 വടക്കേ സെറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ. രാത്രി 11 വിഷ്ണുമായിക്ക് കളമെഴുത്തും പാട്ടും. 23 രാത്രി 7 കിഴക്കേ സെറ്റിന്റെ ഗാനമേള. 24 രാവിലെ 8 ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ. 9:30 പ്രഭാതശി വേലി. നടക്കൽ പറയെടുപ്പ്. വൈകിട്ട് 5 5 ആനകളോടുകൂടി പകൽപൂരം. രാത്രി 8 തായമ്പക എന്നിവയാണ് പ്രധാന പരിപാടികൾ. അക്ഷര കൈരളി കലാമുറ്റത്തിന്റെ പുസ്തക വിതരണം സമാപിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ MLAയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ UP ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണമാണ് സമാപിച്ചത്. ബാലസാഹിത്യമടക്കം കേരളത്തിലെ പ്രശസ്തരായ പ്രസാധകരുടെ അടക്കം 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. കുട്ടികൾക്ക് അങ്ങനെ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഒട്ടും ഇഷ്ടാവും വഴിയില്ല, ഒട്ടും താല്പര്യം ഉണ്ടാവും വഴിയില്ല. നമ്മൾ ബോധപൂർവമായ ഇടപെടൽ അങ്ങനെ വേണ്ടി വരും. ചിലപ്പോൾ പുസ്തക വായന ചിലപ്പോൾ ക്ലാസ് മുറികളിൽ നടന്നിട്ട് വരും. പുസ്തകം കൊടുത്തതിന് ശേഷം അതിന്റെ സംഗ്രഹം സംബന്ധിച്ച്, കഥയാണെങ്കിൽ ആ കഥ സംബന്ധിച്ച് സ്കൂൾ ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ ഏതൊരു പുസ്തകത്തെ കുറിച്ച് വേണമെങ്കിൽ വർത്തമാനം പറയാൻ 2-3 മിനിറ്റ് എടുത്ത് അതിന്റെ ഏറ്റവും ചെറിയ രീതിയിൽ കുറിപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് നല്ല ഗ്രന്ഥങ്ങൾ, നല്ല പുസ്തകങ്ങൾ എഴുതിയ ആളുകളുടെ പേരുകൾ സംബന്ധിച്ച് നല്ല കോമ്പറ്റീഷൻ സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ചലിക്കുന്ന രീതിയിൽ വായിക്കുന്ന മാത്രമല്ല, വായിക്കുമെന്ന് കുട്ടികൾ ഉറപ്പുവരുത്തുന്ന പരിപാടികൾ കൂടി എവിടെ നടത്തണം? നമ്മുടെ സ്കൂളുകളിൽ നടത്തണം. അപ്പൊ നമുക്ക് ഏതെങ്കിലും അധ്യാപകർ ഒഴിവുള്ള ദിവസമാണ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായി കുട്ടികൾ കളിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ഈ പുസ്തകം എടുത്തപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം, 4-5 പ്രാവശ്യം നന്നായി ശ്രദ്ധിച്ച് തിരുവനന്തപുരത്ത് പോയി സെലക്ട് ചെയ്ത പുസ്തകമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ KS അനിൽകുമാർ, പ്രധാനാധ്യാപകൻ KV പ്രേമചന്ദ്രൻ, പ്രിൻസിപ്പൽ ആന്റോപോൾ, PTA പ്രസിഡന്റ് CB അബ്ദുൾ സമദ്, KS കിരൺ, ആഫിഖ് അലി, കലാമുറ്റം കോർഡിനേറ്റർ ഷമീർ പതിയാശ്ശേരി എന്നിവർ സംസാരിച്ചു. CPI നേതാവായിരുന്ന PM നൂറുദ്ദീന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗ്രാമലക്ഷ്മി സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റേത് സ്ഥലത്തൊരു പാർട്ടിയുടെ പരിപാടി ഉണ്ടായാലും ആ പരിപാടിക്ക് പോകാൻ, പരിപാടിക്കൊക്കെ ഒറ്റയ്ക്ക് കുടുംബസമേതം പോകാനുള്ള താല്പര്യം കാണിച്ച സഖാവാണ്. അതേ ഒരു സമ്മേളനമായാൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പരിപാടിയായാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകും. അത് അദ്ദേഹത്തിൻ്റെ, നമ്മൾ പറയില്ല, നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യം പോലെ കാണുന്ന സഖാവായിരുന്നു. MD സുരേഷ് അധ്യക്ഷനായി. സോമൻ കോതങ്ങത്ത്, TN തിലകൻ, KV പ്രദീപ് കുമാർ, PK റഫീഖ്, ER ജോഷി, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ താലൂക്കിലെ സ്കൂളുകളിൽ നടത്തിയ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മതിലുകളിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതിൽ നിന്ന് ചിന്ത്രാപ്പണി ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ പ്രവർത്തന മികവിന് എക്സൈസ് വകുപ്പിന്റെ അംഗീകാരം. കൊടുങ്ങല്ലൂർ റേഞ്ച് SI ഷംനാദ് ഉദ്ഘാടനവും സമാനദാനവും നടത്തി. PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി. ചടങ്ങിൽ സിവിൽ ഓഫീസർ തസ്നീം, പ്രിൻസിപ്പൽ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, മാനേജ്മെന്റ് പ്രതിനിധി അനിൽ, സീഡ് കോർഡിനേറ്റർ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ കാർ പാറമടയിലെ വെള്ളക്കെട്ടിലേക്ക് വീണ 3 മരണം. വാടാനപ്പള്ളിയിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മാള ആളൂർ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള വളവിൽ സിമന്റ് ട്രക്ക് മറിഞ്ഞ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.